ആദ്യത്തെ മണ്ടത്തരം. ഇനിയും കുറച്ചധികം മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങൾ കാണുക അവസാനം വരെ അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നമ്മൾ കാത്തിരിക്കാം ഓരോ ട്രാപ്പിനെയും ഏതൊക്കെ രീതിയിൽ കൊണ്ട് നടക്കാമെന്നൊക്കെ നോക്കി കാത്തിരിക്കാം. നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്ക് അബദ്ധം പറ്റിയതാണ്. പെട്ടെന്ന് ക്യാഷ്ലിംഗ് ചെയ്യാനുള്ള ത്വര കാരണം ആദ്യം തന്നെ കയറി ക്യാഷ്ലിംഗ് ചെയ്തതാണ്. അവിടെ എന്ത് നടക്കാൻ പോകുന്നു, അടുത്ത മൂവ്മെന്റ് എന്ത് ചെയ്യാൻ പോകുന്നു, അടുത്ത ബിഷപ്പിനെ ചുമ്മാ കൊടുക്കാൻ പോകുന്നു, ഒന്നും നോക്കിയില്ല. ഒരു ബിഷപ്പിനെ മുന്നിൽ കെട്ടിയിട്ട് വെട്ടാതിരിക്കുകയാണ്. നമ്മൾ വെട്ടി ബിഷപ്പിനെ എടുത്തു. അടുത്ത മന്ത്രി കൊണ്ട് അതും കൂടെ മിസ്സാക്കി കളയാനുള്ള അവസ്ഥ നാളെ മന്ത്രിയും കൂടെ മിസ്സാക്കിയാൽ ഇതാണ് നമ്മൾ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും. എന്തായാലും ഒരു മന്ത്രി അങ്ങ് പോയി കിട്ടും. അല്ലെങ്കിൽ റൂക്കിനെ എന്തായാലും ഞാൻ എടുക്കത്തില്ല. കാരണം ഇവിടെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാത്തുനിന്നു പതുങ്ങിയിരുന്ന് നോക്കി എല്ലാം കിട്ടുമോ, ചാൻസും എല്ലാം കിട്ടുമോ. പക്ഷെ കിട്ടിയില്ല. കിട്ടിയായിരുന്നെങ്കിൽ പൊന്നുമോനെ മകനെ മന്ത്രി കിരീടം ഞാനങ്ങ് വെട്ടിയെടുത്തേനെ. പക്ഷെ എന്തായാലും വെട്ടിയിട്ടുണ്ട്. നമ്മളെ ബിഷപ്പിനെ എടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെന്റ് തന്നെയാണ്. ബിഷപ്പിനെ എടുത്തു. സമ്മതിക്കത്തില്ല, കോഴിയൊക്കെ കിടന്ന കോല്. എന്തായാലും അടുത്ത മൂവ്മെന്റ് ഈ ക്യാപ്ചർ D4 കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ C4ലേക്ക് കളിക്കുകയാണ്. അവര് C4 കളിച്ചു. നമ്മൾ D3 അടുത്ത മന്ത്രിക്കെതിരെ അടുത്ത അറ്റാക്ക്. കാര്യമൊന്നുമില്ല, ഇപ്പൊ വെട്ടി കയ്യിൽ തരും. മിടുക്കനാണ്. പിന്നെ ഒരു അബദ്ധം പറ്റിയെങ്ങാനും വെട്ടാതെ മിസ്സാക്കുമോ എന്നറിയത്തില്ല. ചില കളികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അബദ്ധം പറ്റി വെട്ടാതെ മിസ്സാക്കിയിട്ട് നമ്മൾ ജയിക്കുന്നത്. അതുകൊണ്ട് ഒരു മൂവ്മെന്റ് നമ്മൾ വെറുതെ കളയത്തില്ല. ഏതെങ്കിലും മൂവ്മെന്റ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് തന്നെ ഓരോ മൂവ്മെന്റിയും ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുകയും ചെയ്യും. മണ്ടത്തരങ്ങളിലൂടെയാണ് നമ്മുടെ വിജയം പകുതിയും ഉള്ളത്. വിട്ടുകൊടുത്തത് അവര് നല്ല കിടിലനായിട്ട് വെട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വർണം കിട്ടിയ പോലെ അങ്ങ് വെട്ടിയിട്ടുണ്ട്. വെട്ടി അങ്ങ് എടുത്തു. അതേ ഉള്ള മൂവ്മെന്റ്. അടുത്ത മൂവ്മെന്റ് നമ്മൾ ആളെ മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്നു. D5 ഇത് എന്നെ സംബന്ധിച്ചൊരു ബ്ലണ്ടറാണ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കണക്കൂട്ടലൊന്നും ചെയ്യാതെ ചുമ്മാ നീക്കി കളിക്കുന്നു മാത്രം. അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ ആവശ്യമില്ല. ബ്ലണ്ടർ മൂവ്മെന്റ് ആണത്. വെട്ടി നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കയറി വെട്ടാൻ പറ്റത്തില്ല. മന്ത്രി പോവും. അതുകൊണ്ട് നമ്മൾ നോക്കി തന്നെ ഇരിക്കുന്നു. നൈറ്റ് വെച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക്. മന്ത്രി ദൂരോട്ട് മാറുന്നില്ല, അടുത്തോട്ട് തന്നെ വരികയാണ്. എന്തായാലും നമ്മൾ നൈറ്റിന് സപ്പോർട്ട് ഇപ്പോൾ തന്നെ കൊടുക്കുന്നു. മന്ത്രിയെ വെച്ച് നമ്മൾ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും നൈറ്റിനെ എടുക്കാൻ പുതിയ ആൾക്കാരുമായി വരുമാകാൻ സാധ്യതയുണ്ട്. ഒരു നല്ല മൂവ്മെന്റ് ആണ്. ഇങ്ങനൊരു മൂവ്മെന്റ് ചെയ്താൽ നല്ലൊരു മൂവ്മെന്റ് ആണ്. നൈറ്റിനെ പിൻ ചെയ്തിട്ട് കിങ് വെച്ചൊരു പരിപാടി, മനസ്സിലായില്ലേ? ഇങ്ങനൊരു മൂവ്മെന്റ് നല്ല പ്രതീക്ഷയുള്ളൊരു മൂവ്മെന്റ് ആണ്. പുള്ളിക്കാരൻ അതായിരിക്കും ചെയ്യാൻ സാധ്യത.